ബീഹാറിൽ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ശുദ്ധികലശം ആരംഭിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി നടന്ന കണക്കെടുപ്പിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ബീഹാറിൽ നിന്നും വരുന്നത്. വീടുകൾ കേന്ദ്രീകരിച്ചുള്ള വോട്ടർ പട്ടിക പരിശോധനയിൽ ബംഗ്ലാദേശിൽ നിന്നടക്കമുള്ള അനധികൃത കുടിയേറ്റക്കാരെ വൻതോതിൽ കണ്ടെത്തിയതായി കമ്മീഷൻ വ്യക്തമാക്കുന്നു. 77,000-ലധികം ബൂത്ത് ലെവൽ ഓഫീസർമാരും സർക്കാർ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ചേർന്ന് 7.8 കോടി വോട്ടർമാരുടെ വിശദാംശങ്ങളാണ് പരിശോധിക്കുന്നത്. ഇതുവരെ നടത്തിയ പരിശോധനയിൽ വൻതോതിൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. നേപ്പാൾ, ബംഗ്ലാദേശ്, മ്യാൻമാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പൗരന്മാരാണ് അനധികൃതമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. 2025 സെപ്റ്റംബർ 30 പ്രസിദ്ധീകരിക്കുന്ന അന്തിമ വോട്ടർ പട്ടികയിൽ അനധികൃത വോട്ടർമാരെ നീക്കം ചെയ്യും. 22 വർഷത്തിന് ശേഷം ബീഹാറിൽ ആദ്യമായാണ് വിപുലമായ വോട്ടർ പട്ടിക പുനഃപരിശോധന നടക്കുന്നത്. നടപടികൾ ജൂലൈ 26 വരെ തുടരും. വോട്ടർ പട്ടികയിൽ ഇന്ത്യൻ പൗരന്മാർ മാത്രമുണ്ടാകാൻ വേണ്ടിയാണ് ശ്രമമെന്നും വോട്ടർമാർ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ നിർബന്ധമായും സമർപ്പിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. ബീഹാറിന് ശേഷം തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന പശ്ചിമ ബംഗാൾ, അസം, കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലും ഇതേ നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.